കാലത്ത് അനഭിമതനായ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോൾ UDFന് അനഭിമതനായെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് പിണറായി വിജയൻ ചോദിച്ചു. മതവിദ്വേഷം പ്രചരിപ്പിച്ച ആളായി വെള്ളാപ്പള്ളി നടേശനെ വിശേഷിപ്പിച്ചവരാണ് ഭരണം ലഭിച്ചപ്പോൾ അനുഗ്രഹം വാങ്ങാൻ വരി നിൽക്കുന്നതെന്നും പിണറായി വിമർശിച്ചു. ദേശാഭിമാനിയിൽ പ്രസിദ്ധീകരിച്ച വാഗ്ദാനം മറന്ന് UDF തുടക്കം എന്ന ലേഖനത്തിലാണ് വിമർശനം. UDF സർക്കാർ അധികാരത്തിലെത്തി ഒരു മാസമായ പശ്ചാത്തലത്തിലാണ് വിമർശനം. NDAയുടെ ഭാഗമായ BJDSന് നേതൃത്വം നൽകുന്ന തുഷാർ വെള്ളാപ്പള്ളി മുഖ്യമന്ത്രിയെ വീട്ടിലെത്തി അഭിവാദ്യം അർപ്പിക്കുന്നു. തെരഞ്ഞെടുപ്പ് കാലത്തെ പ്രചാരണങ്ങളെല്ലാം തെറ്റായിരുന്നു എന്നാണോ ഇത് വ്യക്തമാക്കുന്നത്? പിണറായി വിജയൻ ചോദിച്ചു. തുടക്കത്തിൽ തന്നെ നിലപാടുകളിൽ നിന്ന് സർക്കാർ പിന്നോട്ടു പോകുന്നുവെന്ന് പിണറായി കൂട്ടിച്ചേർത്തു. നെഹ്റുവിയൻ സോഷ്യലിസ്റ്റ് ആണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ അവകാശപ്പെടുന്നത്. എന്നാൽ അതിന് ഘടകവിരുദ്ധമാണ് തീരുമാനമെന്നതിന് ഉദാഹരണമാണ് ധവളപത്രം. വിദ്യാഭ്യാസം, ആരോഗ്യം, ഊർജം എന്നീ അടിസ്ഥാന മേഖലകൾ മുതൽ കരിമണൽ ഖനനവും വിമാനത്താവളങ്ങളും തീരദേശവും തുറമുഖങ്ങളും ഉൾപ്പെടുന്ന തന്ത്രപ്രധാനമായ ഇടങ്ങളെല്ലാം കുത്തകകൾക്ക് തീരെഴുതാനുള്ള നീക്കങ്ങളാണ് ധവളപത്രത്തിലൂടെ മറനീക്കുന്നത്. പൊതുമേഖലാ സ്ഥാപനങ്ങളെ വിറ്റുതുലയ്ക്കാനും പ്രകൃതി സമ്പത്ത് സ്വകാര്യ കമ്പനികൾക്ക് ചൂഷണം ചെയ്യാനും വഴിയൊരുക്കുന്നവരാണോ നെഹ്റുവിയൻ സോഷ്യലിസ്റ്റുകൾ? പിണറായി ചോദിച്ചു. കേന്ദ്രത്തിന്റെ വിവേചന സമീപനത്തോടുള്ള മൗനത്തിൽ ഒതുങ്ങുന്നതല്ല UDF സർക്കാരിന്റെ സംഘപരിവാർ വിധേയത്വമെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. സത്യപ്രതിജ്ഞാ ചടങ്ങ് പൂർണ്ണമായും സംഘപരിവാറിന് വഴങ്ങിക്കൊടുക്കുന്ന ഒന്നാക്കി മാറ്റിയെന്നും മതനിരപേക്ഷത ജനാധിപത്യത്തിന് മുറിവേൽപ്പിച്ച നടപടി സംഘപരിവാർ നേട്ടമായി ആഘോഷിച്ചുവെന്നും പിണറായി വിജയൻ പറഞ്ഞു. ഗവർണർമാരെ ഉപയോഗിച്ച് സർവകലാശാലകൾ വരുതിയിലാക്കാനുള്ള കേന്ദ്ര ശ്രമങ്ങൾക്കെതിരെ LDF സർക്കാർ ഉയർത്തിയ പ്രതിരോധങ്ങൾ തുടക്കത്തിൽ തന്നെ ഈ സർക്കാർ തകർത്തെന്നും വിമർശനമുണ്ട്. RSS പരിപാടിയിൽ 3 VCമാർ പങ്കെടുത്തതിൽ സർക്കാർ മൗനം വെടിഞ്ഞ് പ്രതിപക്ഷത്തിന്റെയും മാധ്യമങ്ങളുടെയും ജനാധിപത്യ വിശ്വാസങ്ങളുടെയും പ്രതിഷേധത്തിനൊടുവിലാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു.